മോദി ഗവൺമെൻറ് ഒരുപാട് അനൗൺസ്മെൻറ്റ്സ് വനിതകൾക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല, തീർച്ചയായിട്ടും. പക്ഷേ അത് ഉദാഹരണത്തിന് ഇപ്പോൾ 10 കോടിയിലധികം പേർക്ക് പാചകവാതക ഗ്യാസും കുറ്റിയും കൂടി കൊടുക്കുക. പക്ഷെ അതിന് ശേഷമുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കണം. അതായത് നമ്മൾ 2014 എനിക്ക് ഈ ബജറ്റ് ഒരു എന്താ പറയുക, ഒരു ഷോർട്ട്, അതായത് ഒരു ഇൻറ്റേറിയം ബജറ്റ് ആയത് കാരണം കൊണ്ട് ഇതിനെ നമ്മൾ വെറുതെ ഇങ്ങനെ വിശകലനം ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നതിലൊരു അർത്ഥവുമില്ലെന്ന് എനിക്കറിയാം. മോദി ഗവൺമെന്റ് വരുന്നെങ്കിൽ മോദി ഗവൺമെന്റ് വരട്ടെ, വേറൊരു ഗവൺമെന്റ് ആണെങ്കിൽ വരട്ടെ, അവർ വരുമ്പോൾ പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കേണ്ടി വരും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ആ ബജറ്റിലേക്ക് അല്ലെങ്കിൽ ഈ വരുന്ന 3-4 മാസങ്ങളിലേക്കുള്ള ചെലവുകൾക്ക് വേണ്ടി കാര്യങ്ങൾ നിജപ്പെടുത്തുന്ന ഒരു ഓട്ടോൺ അക്കൗണ്ട് മാത്രമാണ്. അപ്പൊ എങ്കിൽ പോലും അതിന്റെ പ്രാരംഭ അതായത് ഇൻട്രൊഡക്ഷനിൽ തന്നെ ശ്രീമതി എനിക്ക് നിർമ്മല സീതാരാമനോട് വലിയ ബഹുമാനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ ധനമന്ത്രി മാത്രമല്ല, അവർ നല്ല കുടുംബിനിയും കൂടിയാണ്. ഒരു നല്ല കുടുംബിനിക്ക് ഒരു നല്ല ധനമന്ത്രിയാകാൻ പറ്റും. സമ്പദ്ഘടനയെ കടക്കണിയിലേക്ക് കൊണ്ടുപോകാതെ ഗ്രോത്ത് പാത്തിലൂടെ വഹിച്ചു കൊണ്ടുപോകാൻ പറ്റും ഒരു നല്ല കുടുംബിനിക്കെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്.